നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വീട് പണിയെ കുറിച്ചാണ്. വീട് പണിയിൽ കൂടുതലായി ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇവിടെ നോക്കാം. ഇതൊരു വീടിന്റെ ഫൗണ്ടേഷൻ മുതലുള്ള ഒരു സെക്ഷനാണ്. ഇത് ഗ്രൗണ്ട് ലെവല്, ഇത് നമ്മുടെ മണ്ണിന്റെ മുകൾ ഭാഗം, ഇത് താഴ്ഭാഗം. അപ്പൊ നമ്മൾ ഏകദേശം നമ്മുടെ ഈ കണ്ണൂർ ഏരിയയിലൊക്കെ ചെങ്കല്ലാണ് ഫൗണ്ടേഷൻ ആയിട്ട് ഉപയോഗിക്കുക. അതായത് ഉറച്ച മണ്ണായതുകൊണ്ട് നമ്മളൊരു 3 വരി കല്ലിടും. അതിന്റെ മുകളിലാണെന്നൊരു സാധാരണ ഒരു ബെൽറ്റ് കൊടുക്കുക. അതായത് ഈ ഫൗണ്ടേഷനിൽ ഇറക്കുന്ന കല്ല് പരമാവധി മേൽപ്പാറ എന്ന് പറഞ്ഞ ഉറപ്പുള്ള വെള്ളം വലിക്കാത്ത കല്ല് തന്നെ ഉപയോഗിക്കാൻ പരമാവധി ശ്രമിക്കുക. മറ്റ് കല്ലുകൾ വെച്ച് കഴിഞ്ഞാൽ അത് ഈർപ്പം വലിച്ചെടുക്കാനും പെട്ടെന്ന് ഒരു നനവ് തട്ടിയിലൊരു എന്താ പറയുക ഉറപ്പ് കുറയാനും കുറവുണ്ട്. അതുകൊണ്ട് മേൽപ്പാറ തന്നെ ഉപയോഗിക്കുക. പിന്നെ അതിന് മുകളിൽ ബെൽറ്റ്. ഇതിന് മുകളിൽ ബെൽറ്റ് കൊടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്താ വെച്ചാൽ ചില പ്രദേശങ്ങളിൽ ഒരുപോലെ ഉണ്ടായിരിക്കും മണ്ണ്. ചില ദിക്കിൽ ഏരിയ ഈ പറമ്പിനോട് ചേർന്ന് വലിയ ഗർത്തങ്ങളൊക്കെ ഉണ്ടാവും, കുറച്ച് അപ്പുറത്തെ പറമ്പിലായാലും. അപ്പൊ അത്തരം സന്ദർഭങ്ങളിലും അതുപോലെ എപ്പോഴും മണ്ണിൽ ഒരു ഭൂമിക്ക് ഒരു കമ്പൻ ഉണ്ടാവും. ആ കമ്പനിലൊക്കെ ഫൗണ്ടേഷനിൽ ഫെയിലിയർ വരാതിരിക്കാനാണ് ഫൗണ്ടേഷൻ ഏകീകരിച്ചിട്ട് പിടിക്കാൻ, അതുപോലെ നമ്മുടെ ഈ വരുന്ന വെയിറ്റിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാൻ സഹായിക്കുന്നതാണ് നമ്മൾ ഈ മേലെ ഈ പാതകം ലെവലിൽ കൊടുക്കുന്ന ബെൽറ്റ്. അത് ഈ ഫൗണ്ടേഷനെ ഒന്ന് ബലപ്പെടുത്താനും ഏകീകരിച്ച് കൊണ്ടുപോകണം. എന്ത് പ്രശ്നം ഭൂമിയുടെ അടിയിൽ വന്നു കഴിഞ്ഞാലും ഈ തറ മുതൽ മുകളിലോട്ട് സ്ട്രക്ചറിന് യാതൊരു കേടുപാട് കൂടാതെ പരമാവധി ബാലൻസ് ചെയ്ത് നിർത്താൻ നമുക്ക് ഈ ബെൽറ്റ് ഉപയോഗിക്കും. എന്നാൽ ചില ദിക്കിൽ കാണാറുണ്ട് DPC ആയിട്ടാണ് കൊടുക്കുക ഈ ബെൽറ്റ്. അത് ഇവിടെ കൊടുക്കൂല. ഇത് പാതകം വരെ ചെങ്കല്ല് വെച്ചതിന് ശേഷം തറ പണിത് തറയുടെ മുകളിലാണ് ബെൽറ്റ് കൊടുക്കാറുള്ളത്. അത് DPC ആണ്, അതായത് ഡാമ്പ് പ്രൂഫ് കോഴ്സ് ആണ്. അതായത് ഈ ഈർപ്പം അത് നമ്മൾ തറയിൽ നടക്കുന്ന മണ്ണിൽ നിന്ന് വെള്ളം ഈ കല്ല് വലിച്ചെടുത്ത് മുകളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ DPC ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ ഈ കോൺക്രീറ്റ് അധികം വെള്ളം വലിച്ചെടുക്കൂല. നേരെ മറിച്ച് അത് ഇവിടെ ഇപ്പം എന്തെങ്കിലും ഒരു ഫെയിലിയർ, ഫൗണ്ടേഷൻ എന്തെങ്കിലും ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ഈ ബെൽറ്റ് കൊണ്ട് അല്ലെങ്കിൽ DPC കൊണ്ട് യാതൊരു ഗുണവും നമ്മളെ വീടുന്നില്ല. അപ്പൊ ഏറ്റവും നല്ലത് നമുക്കിത് ഈ പാതകമായിട്ട് ഈ ഫൗണ്ടേഷൻ സപ്പോർട്ടിങ് ആയിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. രണ്ടാമത് ഈ DPCയുടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അതായത് നനവ്, ഈർപ്പം നമ്മൾ റൂമിൽ അടിച്ചുറപ്പിക്കുന്ന ചരലിൽ നിന്നും ഈർപ്പം പൊന്തി ചുമരിലേക്ക് വന്ന് ചുമര് നനഞ്ഞ് ചുമരിന്റെ സൈഡിലെ പെയിന്റ് ഒക്കെ ഇളകിപ്പോന്ന് കാണാറുണ്ട്. അത് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഒരുപാട് ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അതെങ്ങനെയാ വെച്ചാൽ നമ്മൾ ഈ തറയിൽ മണ്ണ് നിറച്ച് ചരല് നിറച്ച് അത് ഇടിച്ചുറപ്പിക്കും കോൺക്രീറ്റിന് മുന്നോടിയായിട്ട്. ആ കോൺക്രീറ്റിന് മുന്നോടിയായിട്ട് അത് ഉറപ്പിക്കുന്ന നേരം നമ്മൾ നല്ലവണ്ണം കിളച്ചിട്ടതിന് ശേഷം കാരപ്പൊടി, അതായത് സാൻഡും സിമെന്റും കുറച്ച് മിക്സ് ചെയ്തിട്ട് ആ സാധനം മൊത്തം ഒന്ന് വിതറിക്കൊടുത്ത് ലെവൽ ചെയ്തിട്ടാകുമ്പോൾ ഇത് അടിച്ചുറപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഈർപ്പം മുകളിൽ വരുന്നതും അതുപോലെ ചെതലിന്റെ ശല്യം ഉണ്ടാകുന്നത് ഒരുപാട് കുറഞ്ഞു കിട്ടും. അതിന് മുകളിൽ വീണ്ടും എംസാൻഡ് വിരിച്ചിട്ട് അത് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇത് ആരും ചെയ്യാറില്ല. അതായത് ഒരു ജില്ലിക്കണത്തില് മണ്ണ് വെച്ച് അതിന് മുകളിൽ ജില്ലിക്കണത്തിലാണ് കോൺക്രീറ്റ് സാധാരണ എല്ലാവരും ചെയ്യല്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പൊ പെട്ടെന്ന് ഈർപ്പം തട്ടും, ഈ കോൺക്രീറ്റ് പെട്ടെന്ന് പൊതിരും. വെള്ളമായാലും ചെതലായാലും പെട്ടെന്ന് തന്നെ ചുമലിലേക്കും മറ്റു മരങ്ങളിലും കയറി അത് നശിക്കാനിടയുണ്ട്. അപ്പോൾ ഈ ബെൽറ്റ് കൊടുക്കുന്നത് ഇത് ഒഴിവാക്കിയിട്ട് ഈ പരമാവധി ഇവിടെ കൊടുക്കാം. അത് ചില സ്ഥലത്ത് നോക്കിയിട്ടും മറ്റുള്ള കാര്യങ്ങളിലും അത് ചെയ്തതിന് കുഴപ്പമില്ല. അപ്പൊ ഇവിടെയും ബലപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. പിന്നെന്ന് വെച്ചാല് അവിടെ നിന്നും ഈ തറ വന്ന് നേരെ മുകളിലേക്ക് ചുമരുന്ന് ഇത് വിൻഡോന് മുകളിൽ ലിൻഡൽ കൊടുക്കുന്നു. ലിൻഡലിന്റെ പുറത്തേക്ക് സൺഷെയ്ഡ് വരുന്നു. അതായത് ഈ സൺഷെയ്ഡ് വരുമ്പോൾ പരമാവധി ശ്രദ്ധിക്കേണ്ടത്, ഈ സൺഷെയ്ഡ് കൊടുക്കുമ്പം ചുമരിന് പുറത്ത് ഈ ചുമരിന് ഒരു 2 അടി ഹൈറ്റിലെങ്കിലും വാട്ടർ പ്രൂഫിന്റെ കെമിക്കൽ അടിച്ചിരിക്കണം. കാരണം ഒരു വീട് നശിക്കുന്നത് ഏറ്റവും കൂടുതൽ ഈ സൺഷെയ്ഡ് കൊണ്ടാണ്. കാരണം ഈ സൺഷെയ്ഡ് ചുറ്റിലും ഇങ്ങനെ പോകുന്നത് കൊണ്ട് മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കും. അപ്പൊ എന്തെങ്കിലും ഇലകളോ മറ്റുള്ള കാര്യങ്ങളോ ഈ പൈപ്പ് ബ്ലോക്ക് ആയിട്ട് ഈ വെള്ളം കെട്ടിക്കിടക്കും, ഈ ചുമര് വലിച്ചെടുക്കുകയും ചെയ്യും. ഈ ചുമര് നനഞ്ഞതിന് ശേഷം വീട്ടിൽ പവർ ഉണ്ടാവില്ല. ഈ കല്ലൊക്കെ വളരെ ഒരു ലൂസായിരിക്കും. അപ്പൊ ഈ ഇലക്ട്രിക്കൽ വർക്കിലേക്ക് വെള്ളം കടന്ന് വീട് മൊത്തം ഷോക്ക് വരാൻ ചാൻസ് ഉണ്ട്. പണ്ടേ ഒരു 100-300 വർഷം മുന്നേ ഉള്ള കട്ട വീടുകളൊക്കെ ഇപ്പം സുന്ദരമായി നിൽക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ
ഇത്തരം വീടുകൾ ഓട് കഴിഞ്ഞ വീടുകൾ ഇന്നും ഒന്നും സംഭവിക്കാതെ നിൽക്കും. എന്തുകൊണ്ട് വെച്ചാൽ ഇതിന്റെ റൂഫ് അങ്ങനെയാണ്. അതായത് ഇതിന് ഈ മഴവെള്ളത്തെ തടഞ്ഞു നിർത്തി വീടിനെ കുളിപ്പിക്കാൻ വെള്ളം തടഞ്ഞു നിർത്തുന്ന സംവിധാനം ഇങ്ങനത്തെ വീടിനില്ല. ഇത് റൂഫ് നേരെ വാർന്ന് പുറത്തേക്കാണ് വെള്ളം ഇട്ടുന്നത്. ഒരിക്കലും ചുമരിന് യാതൊരു ബാധകമില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്നത് സൺഷെയ്ഡ് കെട്ടി അതിൽ വെള്ളം നിറച്ച് വെച്ച് വീടിൽ വലിച്ചെടുക്കുന്ന രീതിയാണ്. അപ്പോൾ സൺഷെയ്ഡ് വേണം. അപ്പോൾ അതിന് എന്ത് വേണം എന്ന് വെച്ചാൽ ഈ സൺഷെയ്ഡിന്റെ പുറത്ത് ചുമരുന്ന് 2 അടി ഹൈറ്റിലേക്ക് വാട്ടർ പ്രൂഫ് ചെയ്തിരിക്കണം, നിർബന്ധം. അതുപോലെ തന്നെ നമ്മൾ ഈ വീടിന്റെ ബാത്റൂം, അതുപോലെ ബാത്റൂമിന് ചുറ്റും തേക്കുന്നതിനും കല്ലിന് തന്നെ ചെയ്തിരിക്കണം. കല്ലിന് തന്നെ ചെയ്യണം. അല്ലാണ്ട് തേച്ചതിന് ശേഷം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. തേപ്പിന്റെ പുറത്ത് ചെയ്താൽ യാതൊരു കാര്യമില്ല, കല്ല് വെള്ളം കുടിച്ച് മുകളിലേക്ക് പോകും. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട മെയിനുള്ള കാര്യമാണ്. മൂന്നാമത് കാര്യം, മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മെയിൻ സ്ലാബിന് വാർക്കുമ്പോൾ കമ്പി കെട്ടുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നല്ല കമ്പി തന്നെ തിരഞ്ഞെടുക്കുക. അതിൻ്റെ ഏരിയ കൂടുതലാണെങ്കിൽ അതിന് ആ ഡയമീറ്റർ വ്യത്യാസം വരുത്തി തന്നെ കമ്പി ഉപയോഗിക്കണം. പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ ലിൻഡലിന് കമ്പി കെട്ടുമ്പോൾ ചുമരിന്റെ മുകളിൽ വരുമ്പോൾ റിങ് എടുത്തത് 25 സെന്റിമീറ്റർ ഇടാം. അത് ജനലിന്റെ മുകളിൽ വരുമ്പോൾ അത് കുറക്കണം. ഒരു 18 സെന്റിമീറ്റർ ഗ്യാപ്പിൽ അത് കൊടുക്കാനാക്കണം ഈ ഓപ്പൺ ഏരിയയിൽ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം, തറയിൽ ചരൽ നിറക്കുമ്പോൾ മഞ്ഞ കലർന്ന ചേടി കലർന്ന ചരൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഉപയോഗിച്ചാൽ അത് കലക്കി മിക്സ് ചെയ്താൽ ആ ഒരു ചളി വേറെ തന്നെ നിൽക്കും. രണ്ടാമത് നമ്മൾ അത് എത്ര കാലം കഴിഞ്ഞാലും അത് ആറിയിട്ടൊരു സെറ്റ് ആവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ടൈൽ വിരിച്ചാൽ ലാസ്റ്റ് ഫിനിഷിംഗ് ആ റൂമിലെ കൂടി ആ ഹാളിലേക്ക് കൂടി നടക്കുമ്പോൾ ഡുഡു എന്നുള്ള ഒരു പൊള്ളയായിട്ടുള്ള നല്ലൊരു സൗണ്ട്, ഒരിക്കലും അറിയാത്തൊരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അതിന് കാരണം നല്ല ചരലല്ലാത്തതുകൊണ്ട്, പരമാവധി ചുവന്ന ചരൽ അല്ലെങ്കിൽ അതുപോലെ നല്ല ഉറപ്പുള്ള ചരൽ തന്നെ നിറക്കാൻ ഉപയോഗിക്കണം. NSG ബിൽഡേഴ്സിന്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. അതുപോലെ മറ്റൊരു കാര്യം, ഒരുപാട് പേർ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. എല്ലാവരുടെയും കോൾ എടുക്കാൻ പറ്റാറില്ല, എല്ലാവരും ക്ഷമിക്കുക. അതുപോലെ തന്നെ ഞങ്ങളിലൂടെ വീട് നിർമ്മിക്കേണ്ടവർ നമ്മളെ ബന്ധപ്പെടുക. നമ്പർ ഇതിന്റെ പുറത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ബൈ.